അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 108-ാമത്തെ സൂറത്തായ സൂറത്തുൽ കൗസറിന്റെ നമ്മൾ ആരും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അത്ഭുതകരമായിട്ടുള്ള ഓരോ ഗുണങ്ങളെ പറ്റിയിട്ട് പരിചയപ്പെടുത്താനായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ കൗസറിനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങൾ നമുക്ക് ഈ ഒരു സൂറത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാം എന്നെല്ലാം നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. മക്കയിൽ അവതരിച്ച ഈ ഒരു സൂറത്തിന് 3 ആയത്ത് മാത്രമേ ഉള്ളൂ. മീം എന്ന അക്ഷരം ഇല്ലാത്ത ഖുർആനിലെ ഏക സൂറത്താണ് ഈ ഒരു കൗസർ സൂറത്ത്. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ആണ് ഈ സൂറത്തിൽ ഉടനീളമായിക്കൊണ്ട് പറയുന്നത്. ഈ സൂറത്തിന്റെ മലയാള പരിഭാഷ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹു തആലാന്റെ നാമത്തിൽ. ഇന്നാ അഅ്തൈനാകൽ കൗസർ. നിനക്ക് നാം ധാരാളം നന്മ നൽകിയിരിക്കുന്നു. ഫസല്ലി ലിറബ്ബിക വൻഹർ. അതുകൊണ്ട് നീ നിന്റെ നാഥന് നമസ്കരിക്കുക, അവന് ബലിയർപ്പിക്കുക. ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. നിശ്ചയം നിന്നോട് ശത്രുത പുലർത്തുന്നവൻ തന്നെയാണ് വാലറ്റവൻ എന്നാണ് ഈ ഒരു 3 ആയത്തുള്ള ഈ കൗസർ സൂറത്തിന്റെ മലയാള പരിഭാഷ വരുന്നത്. ഇനി ഈ സൂറത്തിന്റെ ഗുണങ്ങളും ഓതിയാലുള്ള നേട്ടങ്ങളും പരിചയപ്പെടാം. വെള്ളിയാഴ്ച രാവിലെ 1000 തവണ സൂറത്തുൽ കൗസറും അതുപോലെ തന്നെ 1000 പ്രാവശ്യം നമുക്ക് അറിയാവുന്ന സ്വലാത്തും ചൊല്ലി ശുദ്ധിയോടെ കിടന്നാല് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് സ്വപ്നത്തിൽ ദർശിക്കാം. മുത്ത് റസൂലിനെ കാണാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയൊരു സൗഭാഗ്യമാണ്. കഴിയുന്ന ആളുകളൊക്കെ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ സൂറത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വല്ലവനും സൂറത്തുൽ കൗസർ ഓതിയാല്, ഈ ഒരു സൂറത്തിനെ ഓതൽ പതിവാക്കിയാൽ അയാൾക്ക് അല്ലാഹു സ്വർഗത്തിലെ അരുവികളിൽ നിന്ന് കുടിപ്പിക്കും എന്ന് മുത്ത് റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ചെറിയ സൂറത്താണ്. നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര നമ്മൾ ഒരു ദിവസം നമുക്ക് കഴിയുന്ന അത്ര, അപ്പോൾ ഒരു ദിവസം ഒറ്റ തവണ നമുക്ക് ഓതാൻ സാധിച്ചുള്ളൂ എങ്കിൽ അത്ര മതി. നമുക്ക് ഓരോ ദിവസവും നമുക്ക് കഴിയുന്ന അത്ര ഈ ഒരു സൂറത്തിനെ പതിവാക്കാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി ഈ സൂറത്തുൽ കൗസറിനെ നിത്യേന ഓതൽ പതിവാക്കിയാലുള്ള മറ്റൊരു ഗുണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ കൽബ് ഭയപ്പെടും. നമ്മുടെ കൽബിലൊരു മയം ഉണ്ടാകും, ഒരു ഭയവും ഉണ്ടാകും. നമ്മുടെ കൽബിൽ നമുക്ക് ആരോടും അങ്ങനെ പകയോ വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ കൽബ് ശുദ്ധിയായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജീവിക്കാൻ നല്ല സമാധാനമായിരിക്കും. നമുക്ക് മറ്റൊരാളോട് വെറുപ്പ്, പക, ദേഷ്യം ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ജീവിച്ചാൽ ഒരു സമാധാനം നമുക്ക് ഉണ്ടാവില്ല. എന്നാൽ നമ്മൾ ഈ പക വെച്ച് നമുക്ക് ആരോടാണ് ഈ പകയുള്ളത് അയാൾ ഇതൊന്നും അറിയില്ല. അയാൾ അങ്ങനെ നല്ല സമാധാനത്തോടെ ജീവിക്കും. നമ്മൾ ഈ ഒരു പക മനസ്സിൽ വെച്ചുകൊണ്ടിട്ട് അങ്ങനെ സമാധാനം കിട്ടി ജീവിക്കാനുണ്ടാവുക. അപ്പൊ ഈ ഒരു അവസ്ഥ നമ്മുടെ കൽബിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഈ സൂറത്തിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. മാത്രമല്ല പടച്ച റബ്ബിനോട് നമുക്ക് ഭയമുണ്ടാവും. പടച്ച റബ്ബിനോട് നമുക്കൊരു ഭയഭക്തി ഉണ്ടാവും മനസ്സിൽ. അപ്പോൾ നിത്യേന നമ്മൾ ഈ ഒരു സൂറത്തിനെ കഴിയുന്ന പോലെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ സൂറത്തുൽ കൗസറിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്തെന്നാൽ, മഴ പെയ്യുന്ന സമയത്ത്, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സൂറത്തുൽ കൗസർ നമ്മൾ 100 തവണ ഓതിക്കൊണ്ട് ദുആ ചെയ്താൽ ഉടനെ ഉത്തരം കിട്ടുമെന്നുള്ളതാണ്. നമ്മുടെ ഭൗതികമായിട്ടുള്ളതോ പാരത്രികമായിട്ടുള്ളതോ ഏതൊരു കാര്യവും പെട്ടെന്ന് സാധിച്ചെടുക്കാമെന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, സൂറത്തുൽ കൗസർ എഴുതി കെട്ടിയാൽ നമുക്ക് സുരക്ഷിതത്വം കിട്ടും. മാത്രമല്ല ശത്രുക്കളുടെ ദ്രോഹം നമുക്ക് ഏൽക്കൂല. അത് ദേഹത്തുള്ളപ്പോൾ ഒരു ആപത്തും ഒരു ചതിയും നമുക്ക് ഏൽക്കുണ്ടാവില്ല. പടച്ച റബ്ബിന്റെ കാവല് നമുക്ക് അത്രത്തോളം കിട്ടുമെന്നുള്ളതാണ്. ഇനി ഈ സൂറത്തിന്റെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ മറ്റൊരു ഗുണം എന്തെന്നാൽ, വലിയ പെരുന്നാൾ ദിവസം ചെയ്യുന്ന ബലികർമ്മത്തിന്റെ ഇബാദത്തിന് നൽകപ്പെടുന്ന എണ്ണത്തിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം ഈ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുന്നവനക്ക് അല്ലാഹു തആല നൽകുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സൂറത്തിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യേന നമ്മുടെ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷവും ഒരു തവണയെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിത് ചെയ്യാനായിട്ട് അധിക സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് മനസ്സാണ് എന്തിനും വേണ്ടത്. പടച്ച റബ്ബ് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വീഡിയോ ഉപകാരപ്പെട്ടാൽ, നന്മ തോന്നിയാൽ
മറ്റുള്ളവരിലേക്കും എത്തിക്കുക. വീഡിയോ ആയിക്കൊണ്ട് തന്നെ എത്തിക്കണമെന്നില്ല. നിങ്ങൾ ഈ ഒരു അറിവൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഒരുപാട് പേർക്കൊന്നും ഈ അറിവ് അറിയാതെ ഇരിക്കുന്നുണ്ടാവും. നമ്മളാൽ ഒരു അറിവ് മറ്റുള്ളവർക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രയും നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ടിട്ട് നമ്മളിത് പറഞ്ഞു കൊടുക്കാനായിട്ടെങ്കിലും ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലൂടെയൊക്കെ ആയിട്ട് ഒരുപാട് പേര് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അറിയിക്കുന്നുണ്ട്. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റുന്നത് പടച്ച റബ്ബാണ്. നമുക്ക് പടച്ച റബ്ബിനോട് ദുആ ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ. നമ്മളൊക്കെ എത്രത്തോളം വിഷമങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാവുന്നവൻ അവൻ ഏകൻ അല്ലാഹു തആല മാത്രമാണ്. നമ്മൾ അനുഭവിക്കുന്ന ഈ വിഷമങ്ങൾക്കൊക്കെ എന്താണ് ഒരു പ്രതിവിധി, അതിനെങ്ങനെ മറികടക്കാം എന്നുള്ളതും പടച്ച റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ. എല്ലാ ഹൈറായ രീതിയിൽ നല്ലൊരു സമാധാനത്തോടെയുള്ള ഒരു വഴിയുണ്ട്. നമ്മൾക്ക് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പടച്ച റബ്ബ് മാറ്റി നല്ല സമാധാനത്തോടെയുള്ളൊരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ഇഹലോകവും പരലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.